ഹായ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബിൽ എൻട്രിയുടെ വെബ് വേർഷൻ ആണ്. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡാഷ്ബോർഡ് കാണാം. സെയിൽസ്, പർച്ചേസ്, ട്രാൻസാക്ഷൻ ഒക്കെ അടക്കി വരുന്ന ഒരു ഡാഷ്ബോർഡ് ആണ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് കുറച്ച് ഹെഡിങ്സ് കാണാം. ഫസ്റ്റ് വരുന്ന അക്കൗണ്ട്സ് മാസ്റ്റർ ആണ്. അതിന് കീഴിലാണ് നമ്മൾ ലെഡ്ജേഴ്സ്, അതേപോലെ പാർട്ടി, വെൻഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഇവരെ ഓപ്പണിംഗ്സ് ഒക്കെ ആഡ് ചെയ്യാനും ഇവരെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള നമുക്ക് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് നമുക്ക് വരുന്നത് പ്രൊഡക്റ്റ് മാസ്റ്റർ ആണ്. അതിൻ്റെ കീഴിലാണ് നമുക്ക് കാറ്റഗറി, യൂണിറ്റ്, ടാക്സ് ഷെഡ്യൂൾ, പ്രൊഡക്റ്റ്, അതേപോലെ ബാർകോഡ് പ്രിന്റിംഗ് ഒക്കെ വരുന്നത്. ഇതിൽ നമുക്ക് ടാക്സ് ഷെഡ്യൂളും അതേപോലെ തന്നെ യൂണിറ്റ് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, എങ്കിലും കസ്റ്റമേഴ്സിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കാറ്റഗറിയാണ്. കാറ്റഗറി കസ്റ്റമേഴ്സിന് ഇഷ്ടം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊഡക്ട്സ് നമ്മൾ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കീഴിലോ അല്ലെങ്കിൽ കാറ്റഗറി ഇല്ലെങ്കിൽ ഇല്ലാതെയോ പ്രൊഡക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമുക്ക് ലാസ്റ്റ് വരുന്നത് ബാർകോഡ് പ്രിന്റിങ്ങിൻ്റെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്ട്സിന് നമുക്ക് ബാർകോഡ് ലേബിൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രിന്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് സെയിൽസ് വരുന്നുണ്ട്, പർച്ചേസ് റിട്ടേൺ, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സെയിൽസിൻ്റെ പർച്ചേസിൻ്റെ വിൻഡോ ആണ്. ലാസ്റ്റ് നമുക്ക് റിപ്പോർട്ട്സ് ആണ് വരുന്നത്. റിപ്പോർട്ട്സ് നമുക്ക് സെയിൽസിൻ്റെ കീഴിൽ, പർച്ചേസിൻ്റെ കീഴിൽ, അതേപോലെ ഫൈനാൻസിൻ്റെ കീഴിൽ, മാസ്റ്ററിൻ്റെ കീഴിൽ, ടാക്സ് അങ്ങനെ ഓരോ ഹെഡിങ് കീഴിലാണ് നമുക്ക് വരുന്നത്. വിവിധ തരത്തിലുള്ള റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് ഡേ വൈസോ അല്ലെങ്കിൽ നമുക്ക് ഫ്രം ടു ഡേറ്റ് കൊടുത്താൽ അതിൻ്റെ ആസ്പദമാക്കിയിട്ടോ നമുക്ക് ആ ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും നമുക്ക് എക്സലിലേക്കോ PDF-ലേക്കോ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ബിൽ എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ 3 ഫീച്ചേഴ്സാണ് നമുക്ക് ബിൽ എൻട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.